എന്താ ഞാൻ എവിടാന്ന് അറിഞ്ഞിട്ട് എന്തിനാ? ഇതുവരെ ഇങ്ങോട്ടൊന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഓ, പേടിച്ചു പോയി ഇല്ലയോ? ഓ, കുട്ടമ്പിള്ള ജമ്മി അങ്ങനെ പേടിക്കുന്ന ആളൊന്നും അല്ലല്ലോ. എനിക്കറിയാം ഞാൻ എവിടാന്ന് അറിഞ്ഞിട്ടേ ഇങ്ങോട്ടൊന്ന് എന്നെ വഴക്ക് പറയാനില്ലയോ. അങ്ങനെ ഇപ്പൊ വേണ്ട, നിങ്ങൾ ഫോൺ വെച്ചേ. എന്താ ഞാൻ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊന്ന് ഇരുന്നോട്ടെ. ആരാ ഫോൺ ചെയ്തമ്മ? ഞാൻ ആരെയും വിളിച്ചില്ല. ഓ, ഇങ്ങോട്ട് വന്നതാ രാധകുഞ്ഞമ്മേ? വല്യമ്മേ? രാധകുഞ്ഞമ്മേ അവരൊന്നും ഇങ്ങോട്ട് വിളിക്കത്തില്ലല്ലോ, ഞാൻ അങ്ങോട്ട് വിളിക്കണ്ടായോ? അവരിങ്ങോട്ട് വിളിച്ചാലേ അമ്മ അങ്ങോട്ട് വിളിക്കാൻ പോണ്ട. പിന്നെ അത് പറ്റത്തില്ല. അവർക്കറിയാം ഞാൻ അവരെ അങ്ങോട്ട് വിളിക്കാറുണ്ടെന്ന്. അല്ല, എല്ലാവർക്കും എന്നെ പൊട്ടിയാക്കണമെന്നല്ലേ ഉള്ളൂ. എന്തോന്നമ്മ ചുമ്മാ ദേഷ്യപ്പെടണേ? ആരുടെ ഇങ്ങനെ ദേഷ്യം കാണിക്കണേ? എന്തിനാണ് ഇങ്ങനെ കാണിക്കണേ? ഓ, ദേഷ്യം കാണിക്കാത്ത ഒരാള്. ശ്രീകുട്ട, നീ നിന്റെ ജോലി നോക്കി പോയേ. അമ്മൂമ്മ, കുട്ടുവാമ്മ, ഞാനൊരു കാര്യം പറഞ്ഞു കേട്ടാ. ലാസ്റ്റ് പറഞ്ഞു കഴിയുമ്പോ എന്നെ ഇവിടെ നിന്ന് അടിച്ച് ഓടിക്കില്ലേ? പറയാനുള്ള പറഞ്ഞിട്ട് പോടെ. അമ്മൂമ്മ, അച്ഛൻ, കുട്ടുമാമൻ, അങ്ങനെയാണ് നിങ്ങൾ 3 പേരാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിച്ച ആൾക്കാർ. കുട്ടുമാമന് പണ്ടൊന്നും ദേഷ്യമില്ലായിരുന്നു, ഈയിടെ ആയിട്ടാണ് ഈ ദേഷ്യം കൂടുതൽ. അതൊക്കെ നിന്റെയൊക്കെ സ്വഭാവം കാരണം. പണ്ടൊന്നും നിന്റെയൊക്കെ സ്വഭാവം ഇങ്ങനെ അല്ലായിരുന്നു. കാലം മാറുമ്പോൾ ആൾക്കാരുടെ സ്വഭാവത്തിന് വ്യത്യാസം വരും. പ്രത്യേകിച്ച് വയസ്സാവുമ്പോൾ ദേഷ്യം പെട്ടെന്ന് കൂടും. ആർക്കടാ വയസ്സായത്? ഞാൻ കുട്ടുമാമന്റെ കാര്യമല്ല പറഞ്ഞത്. നീ ബാലുച്ചേട്ടനെ പോലെ കാതികനായാടേ. അവൻ പൊതുതത്വത്തിന്റെ ആളല്ലേ. എന്റെ സ്വഭാവം മാറിന്റെ അന്നേ നിന്റെ തത്വസംഹിത ഞാൻ തിരുത്തി കുറിയും. അല്ലെങ്കിൽ ഇവൻ പറയണ ആരെങ്കിലും കാര്യമായിട്ട് എടുക്കോ ശ്രീ? അമ്മ ഇവിടെ വന്നിരിക്കണ, നമ്മൾ അകത്ത് ഫുള്ളും നോക്കി. ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഓരോരുത്തർ വന്നോളൂ. എന്നാ ശരി, ഞാൻ പോണു. അമ്മ ഇതോടെ പോണു? അല്ല, അമ്മയ്ക്കല്ലേ സ്വസ്ഥത വേണമെന്ന് പറഞ്ഞേ, ഞാൻ തന്നെ ഇവിടെ നിൽക്കണം. എന്തരമ്മായി ഒരുമാതിരി അമ്മൂമ്മ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെയൊന്നും സംസാരിക്കല്ലേ. എടാ, അമ്മയ്ക്ക് എന്തോ ടെൻഷനുണ്ട്, അതൊട്ട് പറയണില്ല. അമ്മ പറ, എന്താണ് അമ്മയുടെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ആരോടും പരിഹരിക്കാൻ ഞാൻ വരാനും പറയാറില്ല. അല്ല, അമ്മൂമ്മ പറഞ്ഞതൊക്കെ ശരിയാണ്. പക്ഷെ അതിൽ ചെറിയൊരു തിരുത്തുണ്ട്. അമ്മൂമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ആരെയും ബുദ്ധിമുട്ടിക്കത്തില്ല എന്നല്ല, ആരെയും കിടത്തി ഉറക്കില്ല എന്ന് വേണം പറയാൻ. അല്ലേ മാമ? ശ്രീ, അവനോട് അവന്റെ ജോലി നോക്കി പോകാൻ പറഞ്ഞേ. ചുമ്മാ വായിൽ ഇങ്ങനെ കേൾക്കാതെ കയറി പടയാ അങ്ങോട്ടും അങ്ങോട്ടും. അങ്ങനെ എടാ, നീ എന്നോടാന്ന് ദേഷ്യപ്പെട്ടെ അവനോടാന്ന് ദേഷ്യപ്പെട്ടെ? എനിക്ക് ആരുടെ ദേഷ്യമൊന്നുമില്ല. യേശു ഒരു വാ പോം. ഓ, എല്ലാരും അങ്ങ് പോവാ ഇല്ലയോ? അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നോട്ടെന്നില്ലയോ? എന്തുവാടാ നോക്കി പഠിപ്പിക്കുന്നേ? പോണേ.